ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷത്തോടും അതിലേറെ സംതൃപ്തിയോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. വീണ്ടും വചനം പ്രഘോഷിക്കുവാൻ, ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ ഒരവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ആഗതമാകുന്ന ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വേണ്ട ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി അത് ആഘോഷിക്കുവാനായി നമ്മെ സഹായിക്കുന്ന 3 എപ്പിസോഡുകൾ, ക്രിസ്തുരാജനെക്കുറിച്ചുള്ള ധ്യാന ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ ധ്യാന ചിന്തകളോടൊപ്പം ആരാധന ശുശ്രൂഷയും, അതിലൂടെ നൽകപ്പെടുന്ന നല്ല ചിന്തകളിലൂടെ നയിക്കപ്പെടുന്ന ക്രിസ്തുരാജന്റെ പാതകളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വഴികാട്ടിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ആരാണ് രാജാവ് എന്ന ചോദ്യത്തോടു കൂടി ആകട്ടെ ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ദിനങ്ങൾ ചിലവിടേണ്ടത്. ആരാണ് രാജാവ്? രാജാവ് എന്ന് ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത് ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന വളരെ പ്രൗഢിയുള്ള ഒരു മുഖത്തോടുകൂടി, സൈന്യങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ വേദപാഠ ക്ലാസ്സിൽ അധ്യാപകൻ ഇങ്ങനെയാണ് കർത്താവ് മരിച്ചത്, കുരിശിൽ കിടന്ന് നമുക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളാണ് ആ സ്ഥാനത്തായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് ചോദിച്ചതിന് മറുപടിയായി ഒരു ബാലൻ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. വളരെ നർമ്മത്തോടുകൂടി, അല്ലെങ്കിൽ വളരെയധികം ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു മറുപടിയാണ് ആ ബാലൻ നൽകിയത്. ആ കൊച്ചുകുട്ടി പറയുകയാണ്, ഞാനാണ് ഗാൽഗുൽത്തായിൽ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു AK-47 എടുത്തിട്ട് അവിടെയുള്ളവരെല്ലാം തുരുതുര വെടിവെച്ചിട്ടേനെ, ഒരൊറ്റെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു ബാലന്റെ പ്രതികരണം. ഒരു പക്ഷേ ഇത്രമാത്രം കഴിവും അധികാരവും ശക്തിയുമുള്ള ഒരു രാജാവ് എന്തുകൊണ്ട് വ്യത്യസ്തനായി മാറി എന്നുള്ളതാണ് ഈ ഒരു ക്രിസ്തുരാജന്റെ തിരുനാളിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. ലോകം കാണുന്ന വിധത്തിലുള്ള ഒരു രാജാവല്ല, ലോകം ചിന്തിക്കുന്ന വിധത്തിലുള്ള ഒരു രാജാവുമല്ല. അതുകൊണ്ട് തന്നെയാണ് 1925 പിയൂസ് 11 മാർപ്പാപ്പ ഇപ്രകാരം ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചുകൊണ്ട്, ക്വാസ് പ്രീമാസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു രാജാവല്ല ക്രിസ്തു രാജാവ്. ഈ ലോകം കണ്ടതിൽ വെച്ച് വ്യത്യസ്തകളുള്ള ഒരു രാജാവാണ് രാജാധിരാജനായ രാജാവ്. ആ ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിക്കുമ്പോൾ ലോകത്തിലുണ്ടായിരുന്ന പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് ഇപ്രകാരം പിയൂസ് 11 മാർപ്പാപ്പ എഴുതി വെച്ചത് എന്നുള്ളതിൻ്റെ കാരണം മനസ്സിലാകും. അന്ന് മുസോളിനി, അഡോൾഫ് ഹിറ്റ്ലർ, സ്റ്റാലിൻ ഇങ്ങനെയുള്ള രാജാക്കന്മാര് ഈ ഭൂമിയെ ഭരിച്ച് അക്രമത്തിൻ്റെയും അങ്ങേയറ്റം കൊലപാതകങ്ങളുടെയും ഞെട്ടിപ്പിക്കുന്ന, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതല്ല യഥാർത്ഥമായ രാജാവ്, നിങ്ങൾ കാണേണ്ടതും സ്വപ്നം കാണേണ്ടതും മറ്റൊരു രാജാവാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കുവാനായിട്ടാണ് അന്ന് 1925 ഇങ്ങനെ ഒരു തിരുനാൾ ആഘോഷത്തിന് കാരണമാക്കിയ ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചത്. പ്രിയമുള്ളവർ, അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് കാണപ്പെടുന്ന വസ്തുക്കൾക്ക് അതീതമായി മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ള പഠനങ്ങളും ഫിലോസഫികളും തത്വശാസ്ത്രങ്ങളും പുറപ്പെടുവിച്ച ആ കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന സൃഷ്ടവസ്തുക്കൾക്കെല്ലാം അതീതമായി കാണപ്പെടുന്നവയിൽ മാത്രമാണ് മഹത്വമുള്ളതെന്ന് പഠിപ്പിക്കുന്ന ആ ഒരു ഫിലോസഫിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ, അതിലെല്ലാം ഉപരിയായി നാളെ എന്നുള്ളതില്ല, സ്വർഗമില്ല, സ്വപ്നം കാണാൻ നിത്യജീവനില്ല എന്ന് പഠിപ്പിച്ച ആ തത്വശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതാ ഒരു പുതിയ ചാക്രിക ലേഖനം സഭ പുറപ്പെടുവിക്കുകയായിരുന്നു. രാജാതിരാജനിലേക്ക് നീ നിന്റെ ദൃഷ്ടി പതിപ്പിക്കുക.
രാജാതിരാജനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഇന്നിൻ്റെ അല്ലെങ്കിൽ ലോകം കാണുന്ന രാജാവിൽ നിന്നും വളരെയധികം വ്യത്യസ്തകളുള്ള ഒരു രാജാവാണ് രാജാതിരാജനായ ക്രിസ്തുവെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വ്യത്യസ്തകളുള്ള ഒരു രാജാവാക്കി മാറ്റുന്നത്. മറ്റ് രാജാക്കന്മാരിൽ വെച്ച്, ഈ ലോകം കണ്ടിട്ടുള്ള ഭൗമികമായിട്ടുള്ള രാജാക്കന്മാരിൽ വെച്ച് വ്യത്യസ്തകളുള്ള, അനന്യതയുള്ള, മാറ്റമുള്ള ഒരു രാജാവായി മാറിയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ മറുപടി നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അണികളുടെ ഒരു ആർപ്പുവിളിയുണ്ടോ? സാധാരണ രീതിയിൽ ഒരു രാജാവ് വരുമ്പോൾ ജൈവിളികളുടെ അങ്ങേയറ്റം ഉച്ചത്തിൽ നിലവിളിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമാണ് ഒരു രാജാവിൻ്റെയും കൂടെ ഉണ്ടാവുക. കർത്താവിന് വേണ്ടി ജൈവിളികളില്ല, അണികളുടെ ആർപ്പുവിളികളില്ല, അവകാശങ്ങളുടെ ചുവരെഴുത്തുകളുമില്ല. നമ്മളിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ കാണാം, യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇരുവശങ്ങളിലും നാം നേടിയെടുത്ത അവകാശങ്ങളും നാം ചെയ്തു കൂട്ടിയതുമൊക്കെ ചുവരുകളിൽ എഴുതിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒരു വലിയ വ്യക്തിയാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കർത്താവായ ക്രിസ്തുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തതയുളവാക്കുന്ന ഒരു രാജാവാക്കി മാറ്റിയത്. വെട്ടിപ്പിടിക്കുന്നതിൻ്റെ ആക്രോശങ്ങളില്ല. ഞാൻ ഇന്ന രാജ്യം വെട്ടിപ്പിടിച്ചു, ഇന്ന സ്ഥലം എൻ്റേതാണ്, ഈ കണ്ടതെല്ലാം എൻ്റെ സ്വന്തമാണ് എന്ന് പറയുന്ന വെട്ടിപ്പിടിക്കലിൻ്റെ ആക്രോശങ്ങളില്ലാത്ത രാജാവാണ് ക്രിസ്തു എന്നുള്ളത് വളരെയധികം വ്യത്യസ്തതകളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. സ്ഥാനമാനങ്ങളുടെ വടംവലിയുണ്ടോ? എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നതാകണം, ഇല്ലെങ്കിൽ ഈ പൊസിഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനം അർഹിക്കുന്ന ഒരിടം എനിക്ക് ലഭിക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥാനമോഹങ്ങളുടെ വടംവലിയില്ലാത്ത രാജാവായിരുന്നു ക്രിസ്തു രാജാവ്. പട്ടാളമില്ല, കിരീടമില്ല, സിംഹാസനമില്ല, രാജകൊട്ടാരമില്ല. നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു രാജാവ് എന്ന സങ്കല്പത്തിനോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നും തന്നെ കർത്താവായ ക്രിസ്തുവിനില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, ഒരു വ്യത്യസ്തതയുണ്ട് കർത്താവായ ക്രിസ്തുവിന്. ഈ ലോകം കണ്ട ക്രിസ്തു മറ്റു രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തതയുളവാക്കുന്ന ഒരു രാജാവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, കുരിശിന് മുകളിലായി എഴുതി വച്ചിരിക്കുന്ന INRI. എന്താണത്? INRI, നസ്രായനായ ഈശോ യഹൂദരുടെ രാജാവെന്നാണ്. ഗ്രീക്ക് ഭാഷയിലും ഹെബ്രായ ഭാഷയിലും ലത്തീൻ ഭാഷയിൽ ആ ശീർഷകം അങ്ങനെ പ്രദർശിപ്പിച്ച് പരിഹാസത്തിന് കഥാപാത്രമായി നിന്ന കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ അന്ന് രാജാവെന്ന് അവഹേളിച്ചുകൊണ്ടാണ് എഴുതിയതെങ്കിൽ ഇന്നിതാ ലോകം അംഗീകരിക്കുന്ന രാജാതിരാജനായി, രാജാക്കന്മാരുടെ രാജാവായി ഇന്ന് നമ്മളെല്ലാം ഹൃദയത്തിൽ കർത്താവായ ക്രിസ്തുവിനെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ യഥാർത്ഥമായ കാരണമുണ്ട്. ഇത്രമാത്രം വ്യത്യസ്തകളുള്ള ഒരു രാജാവാണ് ക്രിസ്തുവെന്ന് നമ്മൾ കാണുമ്പോൾ എന്താണ് ആ വ്യത്യസ്തതകൾ എന്നുള്ളത് നമ്മൾ ധ്യാനമാക്കി മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ചിരുന്ന് ധ്യാനിക്കാം. എന്തായിരിക്കും ആ വ്യത്യസ്തതകൾ? കർത്താവായ ക്രിസ്തു മറ്റുള്ളവരിൽ നിന്നും മാറ്റിവെക്കപ്പെടുമ്പോൾ എന്താണ് അതിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രാജാധിരാജനെ കുറിച്ച്, രാജ്യത്വത്തെക്കുറിച്ച് പലയിടങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ സമാധാനത്തിന്റെ രാജാവാണ് എന്നുള്ളതാണ് യെശയ്യാ പ്രവാചകൻ പ്രതിപാദിച്ചിരിക്കുക. അപ്പോൾ വരാനിരിക്കുന്നവൻ, നമ്മുടെ നായകൻ എന്ന് പറയുന്നത് ഒരു രാജാവായിരിക്കും എന്നുള്ള പ്രതിപാദിക്കൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവന്റെ രാജ്യത്വം അനശ്വരമാണ്, ഒരിക്കലും അവസാനിക്കാത്ത രാജ്യത്വമാണ് അവൻ്റേത്. നിങ്ങൾക്കറിയുമോ, പല ഫിലോസഫികളും ഈ ഭൂമിയിൽ ജന്മമെടുത്തിട്ടുണ്ട്. അതിൽ വിശ്വാസത്തെ ഹനിക്കുന്ന, വിശ്വാസിയെ അങ്ങേയറ്റം അവഹേളിക്കുന്ന രീതിയിലുള്ള തത്വശാസ്ത്രങ്ങളും ജന്മമെടുത്തിട്ടുണ്ട്.
അതിലൊന്നാണ് ദൈവത്തെ കൊന്നിട്ടാണ് മനുഷ്യൻ സൂപ്പർ ഹീറോ ആയി എന്ന് പറയുന്ന വലിയൊരു തത്വശാസ്ത്രം. പക്ഷേ അങ്ങനെ എഴുതി വെച്ച മനുഷ്യൻ സൂപ്പർ ഹീറോയായി ദൈവമിത മരിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചവൻ ഇന്ന് സെമിത്തേരിയിലാണ്. അവൻ മരണമടഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്നും ജീവിക്കുന്ന, ഇന്നും അനശ്വരതയോടുകൂടി രാജ്യം തുടരുന്ന ഏക രാജാവ് രാജാതിരാജനായ ക്രിസ്തുവാണ്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വന്ന വെളിപാടിന്റെ പുസ്തകത്തും 19-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവന്റെ മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും എന്ന്. രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥം. അങ്ങനെയെങ്കിൽ കർത്താവിനെ പറ്റി ക്രിസ്തുരാജനാണ് എന്നുള്ളതിന്റെ പ്രതിപാദിക്കൽ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ്. പിലാത്തോസ് ചോദിക്കുന്നില്ലേ, നീ യഹൂദരുടെ രാജാവാണോ എന്ന്? അതിനുള്ള മറുപടി എന്തായിരുന്നു? എൻ്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെയെങ്കിൽ അവനൊരു രാജ്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടി പിലാത്തോസിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ആ രാജ്യം അനശ്വരമായ ഒരു രാജ്യമാണ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു രാജ്യമാണ് എൻ്റെ രാജ്യം എന്നുള്ളത്. അത് ഈ ഭൂമിയിൽ കാണപ്പെടുന്നതല്ല, അതിനേക്കാൾ ഉപരിയായി ജീവിതത്തിൽ എന്നും ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു രാജ്യത്വമാണ് കർത്താവ് സമ്മാനിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും സുന്ദരമായ വെളിപ്പെടുത്തലാണ് പീലാത്തോസിനുള്ള ആ മറുപടി. പ്രിയമുള്ളവരെ, ഇങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, എന്ത് വ്യത്യസ്തതകളാണ് കർത്താവ് നമുക്ക് നൽകുന്നത്? ക്രിസ്തുരാജൻ മറ്റു രാജാക്കന്മാരിൽ നിന്നും എന്തുകൊണ്ട് വ്യത്യസ്തനാകുന്നു എന്ന് ചോദിച്ചാൽ ഏതാനും ചില കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാരണം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ മുഖമുള്ളവനാണ് ക്രിസ്തുരാജൻ. മലമുകളിലേക്ക് യാത്ര ചെയ്തവനാണ് ക്രിസ്തുരാജൻ. അതാണ് രാജാക്കന്മാരിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ്, വ്യത്യസ്തതയുളവാക്കുന്ന ഒരു രാജാവായ ക്രിസ്തുരാജൻ മാറിയത്. പിതാവായ ദൈവവുമായി അഭേദ്യമായൊരു ബന്ധം അങ്ങേയറ്റം ആഴത്തിൽ സ്ഥാപിച്ച രാജാവാണ് ക്രിസ്തുരാജൻ. ഏതൊരു വലിയ തീരുമാനത്തിന് മുമ്പും കർത്താവ് മലമുകളിലേക്ക് കയറി എന്നുള്ളത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനത്തിന് മുമ്പ് രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. പ്രാർത്ഥിക്കുന്ന മുഖമുള്ള ഒരു രാജാവാണ് ക്രിസ്തുരാജൻ. പ്രാർത്ഥനയുടെ മുഖമുള്ള രാജാവ് വ്യത്യസ്തതകളുള്ള ഒരു രാജാവാണ്. പ്രിയമുള്ളവരെ, ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് താഴെ ഇറങ്ങി വന്ന് തനിക്കിഷ്ടമുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജാവിൻ്റെ മുഖം. ഇന്നിൻ്റെ രാജാവായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും തൻ്റെ കൂടെ സൈന്യാധിപനായി, തൻ്റെ കൂടെ പടയാളിയായി നിൽക്കുന്നവനെ തിരഞ്ഞെടുക്കുക? അവന് മസിൽ പവർ വേണം, അവന് ബുദ്ധിശക്തി വേണം, അവന് ചങ്കൂറ്റം വേണം, അവന് കഴിവുണ്ടാകണം. ഇങ്ങനെ നിരന്ന് ഒത്തിരിയധികം കഴിവുകളുടെ നീണ്ട നിരയല്ല അവർ നിർത്തിവെക്കുക. പക്ഷെ ക്രിസ്തു ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ. പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ചെലവഴിച്ചു. തിരികെ വന്ന് തനിക്ക് വേണ്ടുന്നവരെ അവൻ തിരഞ്ഞെടുത്തു. അത് പരിശുദ്ധാത്മാവിനാലും ദൈവത്താലും അഭിഷേകം ചെയ്യപ്പെട്ടതിൻ്റെ, നയിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമാണത്. കർത്താവായ ക്രിസ്തു വ്യത്യസ്തതയുള്ള ഒരു രാജാവായി മാറുന്നതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുടെ മുഖം തന്നെയാണ് ആദ്യത്തേത്. ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മുഖം എനിക്കുണ്ടോ എന്നുള്ളതാണ് ഈ ക്രിസ്തുരാജൻ നമ്മിൽ ഉണർത്തുന്ന ഒരു ചോദ്യം. പ്രാർത്ഥനയുടെ മുഖമില്ലാത്തവർ കർത്താവിൻ്റെ അണികളായിരിക്കുവാൻ, ക്രിസ്തുരാജന്റെ രാജ്യത്തിലെ അംഗങ്ങളായിരിക്കുവാനായിട്ട് ഒരിക്കലും അർഹതയില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇന്നിൻ്റെ ഈ ഒരു തിരുനാൾ ആഘോഷത്തിലെ ഒരുക്കം. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ എത്ര നേരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ ചെലവഴിക്കാറുണ്ട്? ക്രിസ്തുരാജൻ ആ രാജ്യത്വത്തിൻ്റെ ഏറ്റവും മഹോന്നതമായൊരു മുഖം വെളിപ്പെടുത്തിയത് പ്രാർത്ഥനയിലൂടെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന ആ വലിയ പ്രാധാന്യവും പ്രസക്തിയും എത്രമാത്രമാണ്?
പ്രാർത്ഥിക്കുന്നവരുടെ മുഖം പ്രശോഭിതമാകും എന്നുള്ളത് വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രൂപാന്തരീകരണ വേളയിൽ അവരുടെ മുഖം പ്രശോഭിതമായി എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ മുഖം പ്രശോഭിതമാകും, വെണ്മയുള്ളതാകും, സ്വർഗത്തിൻ്റെ ജ്വാല തുടിച്ചു നിൽക്കും എന്നുള്ളതാണ് നമ്മൾ വചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങളും നിരാശകളും വരുമ്പോൾ നമ്മൾ വന്നു പോയിട്ടുള്ള ഏറ്റവും വലിയ ബലഹീനത നമ്മൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ഇല്ലാതാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സന്ധ്യാപ്രാർത്ഥനകളില്ലാത്ത കുടുംബങ്ങൾ എത്രയോ പേരുണ്ട്. ഒരു യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര ചെയ്യാത്ത എത്രയോ പേരുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരപ്പത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരവസ്ഥയും ഇല്ലാത്ത, അതിന് വേണ്ടുന്നതായ ഒരു സാഹചര്യവും ഇല്ലാത്ത അനേകായിരങ്ങളുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരപ്പം കഴിക്കുന്ന എത്ര ജനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവനുമെന്ന് കർത്താവ് ക്രിസ്തുരാജൻ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി ഒരു കാരണം പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കാല് കഴുകിയ രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കാല് കഴുകിയ ഒരു രാജാവ് തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ പടയാളികളായിക്കൊള്ളട്ടെ, തൻ്റെ സൈന്യമായിക്കൊള്ളട്ടെ, തൻ്റെ കൂടെ സഹചാരികളായി മുന്നേറുന്ന ഏതെങ്കിലും വ്യക്തികളുടെ കാല് കഴുകുന്ന മനോഭാവം ഏത് രാജാവിനാണ് ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്? എന്നാൽ ക്രിസ്തു വ്യത്യസ്തതയുള്ള ഒരു രാജാവായി മാറുന്നത് അവൻ കാലുകൾ കഴുകി, ശിഷ്യരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മുഖം തെളിയിച്ചു എന്നുള്ളത് കൊണ്ടാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. വിനയത്തിന്റെ മുഖം, ഗുരുവിന്റെ വിനയം എന്ന് പറയുന്നത് കാല് കഴുകുന്ന സംസ്കാരമാണ്. പ്രിയമുള്ളവരെ, കാല് കഴുകുന്ന സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കുമ്പിടാനായിട്ട് കഴിയുക എന്നുള്ളത് തന്നെയാണ്. ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെറിയൊരു വാതിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ യാത്ര ചെയ്തു വരുന്ന, കഴുതപ്പുറത്ത് അല്ലെങ്കിൽ ഒത്തിരി നീണ്ട യാത്ര വരുന്നവരുടെ പുറത്തുണ്ടായിരിക്കുന്ന ഭണ്ഡാരങ്ങളെല്ലാം, ഭാണ്ഡക്കെട്ടുകളെല്ലാം അവിടെ അഴിച്ചു വെച്ച് കുമ്പിട്ടുകൊണ്ട് ദേവാലയത്തിലേക്ക് കയറുന്നത് പ്രതീകാത്മകമായിട്ട് നമ്മോട് പറയുന്നത്, നിന്നിൽ നിന്നും പലതും നീ അഴിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നിന്റെ അഹന്ത, നിന്റെ അഹങ്കാരം, നീ എന്തോ ആണെന്നുള്ള ചിന്ത, നീ നേടിയെടുത്ത നിന്റേതായിട്ടുള്ള വ്യക്തിത്വമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളുടെ കണക്കുകൾ, ഇതെല്ലാം അഴിച്ചു വെച്ചുകൊണ്ട് ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പിട്ട് വിനയത്തോടുകൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വിശ്വാസിയും നമ്മുടെ കർത്താവായ ക്രിസ്തുരാജന്റെ മുമ്പിൽ വിനയത്തിന്റെ മാതൃകയാകുവാൻ വിളിക്കപ്പെടുന്ന അവസരമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുരാജൻ വ്യത്യസ്തതയുള്ള ഒരു രാജാവായി മാറിയതിന്റെ കാരണം അവൻ കഴുതപ്പുറത്ത് കയറി വന്നതുകൊണ്ടല്ലേ. വലിയ രാജാവ് ഇതാ വരുന്നു, അവൻ എങ്ങനെയായിരിക്കും വരിക എന്ന് ഈ ഭൂമിയിലുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാകും. അവർ ചിന്തിച്ചിട്ടുണ്ടാകുന്നത് കുതിരപ്പുറത്ത് വാൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുവാനുള്ള ആവേശത്തോടു കൂടിയായിരിക്കും എന്നാണ് അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ വെറും ഒരു കഴുതപ്പുറത്ത് വിനയത്തിന്റെ മാതൃകയായി അങ്ങേയറ്റം ശിഷ്യരുടെ പാദങ്ങൾ കഴുകുവാൻ പോലും വിനയത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച ഒരു ഗുരുനാഥന്റെ മുമ്പിലാണ് ഈ ക്രിസ്തുരാജന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. ഒരു ക്ഷണമാണത്, ഒരു വിളിയാണത്. നിനക്കും ഇതുപോലെ ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ? നിന്റെ കുടുംബത്തിലുള്ളവരുടെ മുമ്പിൽ അവരുടെ കാലുകൾ കഴുകുവാൻ നിനക്കൊന്ന് താഴേക്ക് ഇറങ്ങുവാൻ സാധിക്കുമോ? ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറഞ്ഞിരുന്നില്ലേ, നിന്റെ ജീവിതത്തെ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തെ മനോഹരമാക്കുന്നത് സോറി പറയുമ്പോഴാണ്, ഒരു താങ്ക് യു പറയുമ്പോഴാണ്, ഒരു പ്ലീസ്, ദയവായി എന്ന് പറയുമ്പോഴാണ്. ഈ സോറി പറയുക എന്നൊക്കെ പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. തെറ്റ് ചെയ്തു പോയി എന്ന് പറയണമെങ്കിൽ, ഞാൻ പാപിയാണ് എന്ന് എന്നെ ഏറ്റു പറയണമെങ്കിൽ ഞാൻ വിനയത്തിന്റെ മാതൃകയായി മാറണം. കുമ്പസാരക്കൂട്ടിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കരഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ ലോകത്തിൽ ഒന്നും നമുക്ക് നേടിക്കൊണ്ട് അങ്ങ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാനാവില്ല. ഇവിടെ എല്ലാം നമ്മൾ വിട്ടേച്ച് പോകണം. നമുക്കായി ഒന്നും നമുക്ക് ആർജിച്ചെടുക്കുവാനായിട്ടാകില്ല. നമുക്ക് സ്വപ്നം കാണേണ്ടത് സ്വർഗം മാത്രമാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുന്നത്
വിനയത്തിൻ്റെ ആ വലിയ പുണ്യം തന്നെയാണ്. കർത്താവായ ക്രിസ്തു വ്യതിരക്തതയുള്ള ഒരു ക്രിസ്തു രാജനായി, രാജാതിരാജനായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു കാരണം വിനയം തന്നെയാണ് എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എളിമയോടുകൂടി വ്യാപരിക്കുവാൻ, വിനയത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ്. മൂന്നാമതായി ഒരു കാരണം ഇപ്രകാരം എടുത്തു പറയുന്നു: വേദനകൾ ഒപ്പുന്ന രാജാവിന്റെ മുഖം. സാധാരണ രീതിയിൽ വേദനകളുമായി ജനങ്ങൾ രാജാവിന്റെ മുമ്പിൽ ചെന്നു കഴിഞ്ഞാൽ എപ്രകാരമാണ് അവർ പ്രതികരിക്കുക? ഒരുപക്ഷെ സഹാനുഭൂതിയോടുകൂടിയോ അവരോടുള്ള സഹതാപത്തോടു കൂടിയോ സ്നേഹത്തോടു കൂടിയോ അവരോട് പ്രതികരിക്കണമെന്നില്ല. പക്ഷേ പാപിനിയായ സ്ത്രീ കർത്താവിന്റെ മുമ്പിൽ വന്ന് നിന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുരാജനെ രാജാതിരാജനായി മാറ്റുന്നുണ്ടെങ്കിൽ, ക്രിസ്തുരാജനെ മറ്റു രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തതയുള്ള രാജാവായി മാറ്റുന്നുണ്ടെങ്കിൽ, അന്ന് ആ വേദനകൾ അവൻ ഒപ്പിയെടുത്തത് കൊണ്ടാണ്. കാനായിലെ കല്യാണത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വേദനിക്കുന്ന യജമാനന്റെ മുഖം ഒന്ന് കണ്ടു നോക്കിക്കേ. വേദനിക്കുന്ന യജമാനന്റെ മുഖത്തിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞത് എന്താണ്? എൻ്റെ മകനെ കേൾക്കുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ആ കുടുംബത്തിന്റെ വേദന ഒപ്പിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ആ കല്യാണത്തിൽ ആനന്ദത്തിന്റെ ലഹരിയിലേക്ക് കുടുംബാംഗങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജാതിരാജനായ ക്രിസ്തുവിന്റെ വേദനകൾ ഒപ്പിയെടുക്കുന്ന മുഖമുള്ളത് കൊണ്ട് തന്നെയാണ്. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാറുണ്ട്, വേദനകളുമായിട്ട് വരാറുണ്ട്. ആ വേദനകളെ കാണുമ്പോൾ ആ വേദനകളെ, കണ്ണീരുകളെ ഒപ്പിയെടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ കഴിയണം. വേദനിക്കുന്ന ഭാര്യയുടെ കണ്ണിൽ നോക്കി ഭർത്താവിന് പറയുവാൻ കഴിയണം, അവൾ പറയാതെ തന്നെ, നിനക്കെന്ത് പറ്റി? ഒരാഴ്ചയായി കടബാധ്യതയിൽ അങ്ങേയറ്റം വേദനയോടുകൂടി ഒരു ഭർത്താവ് വീട്ടിലായിരുന്നപ്പോൾ ആ കുടുംബത്തിലെ ഒരാൾ പോലും ചോദിച്ചില്ല, അപ്പ എന്തു പറ്റി? ഭർത്താവിനോട് ഭാര്യയും ചോദിച്ചില്ല, ചേട്ടാ എന്തു പറ്റി? കണ്ണുകളിൽ വേദനകളുണ്ട് എങ്കിൽ തിരിച്ചറിയുവാൻ സഹധർമ്മിണിക്കാകണം. ഭാര്യയ്ക്കുള്ള വേദന ആ കണ്ണിൽ നോക്കി തിരിച്ചറിയുവാൻ ഭർത്താവിന് സാധിക്കണം. ക്രിസ്തുരാജന്റെ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നത് വേദനകൾ ഒപ്പിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. കർത്താവായ ക്രിസ്തു വ്യത്യസ്തതയുള്ള ഒരു രാജാവായി മാറുകയാണ്. വേദനകൾ ഒപ്പിയെടുക്കുന്ന, സഹനങ്ങളെ ഏറ്റെടുക്കുന്ന, ആ കുരിശിലേക്ക് മാത്രം നോക്കിയാൽ പോരെ കർത്താവ് എത്രമാത്രം നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുത്തു എന്നറിയുവാൻ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്ന രാജാവ്. ക്രിസ്തുരാജൻ ബന്ധങ്ങളെ ഒത്തിരി പരിപോഷിപ്പിച്ച രാജാവാണ്. ലാസറിന്റെ കുടുംബത്തിലേക്ക് എപ്പോഴും ആ ബന്ധങ്ങൾ എപ്പോഴും സ്നേഹത്തിന്റെ തികവിൽ കാത്തു സൂക്ഷിച്ചു. തൻ്റെ ശിഷ്യരായ അപ്പോസ്തലന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചു. പരിശുദ്ധ കന്യകാമാതാവ് അമ്മയോടൊപ്പം എപ്പോഴും അനുസരണത്തിലും വിവേകത്തിലും ജീവിച്ചു. മരപ്പണിക്കാരനായ യോസേപ്പ് പിതാവിനെ തൻ്റെ സ്വന്തം പിതാവ് എന്ന വണ്ണം അങ്ങേയറ്റം സ്നേഹത്തിലും അനുസരണത്തിലും ചേർത്ത് പിടിച്ചു. ബന്ധങ്ങളിൽ കാമ്പ് കണ്ടെത്തിയ രാജാവാണ് ക്രിസ്തുരാജൻ. നിന്റെയും എൻ്റെയും ബന്ധങ്ങൾ എപ്രകാരമാണ്? വിള്ളലുകൾ സംഭവിച്ചിട്ടില്ലേ? എൻ്റെ കുടുംബത്തിൽ തന്നെ വിള്ളലുകൾ സംഭവിച്ചിട്ടില്ലേ? എൻ്റെ അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചിട്ടില്ലേ? ഞാനും ജോലി ചെയ്യുന്ന ഇടങ്ങളിലുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചിട്ടില്ലേ? പ്രിയമുള്ളവരെ, ക്രിസ്തുരാജൻ വ്യത്യസ്തതകളുടെ രാജാവായി മാറുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഈ കാരണങ്ങൾ നമ്മെ വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിത്തീരുവാൻ ക്രിസ്തുരാജന്റെ അണികൾ എന്ന നിലയിൽ, വിശ്വാസികൾ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകം അമിതം പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, രാജാതിരാജനായ ഈശോയെ, നിന്റെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുക്കാവുന്ന ഈ ഗുണപാഠങ്ങൾ എൻ്റെ ജീവിതത്തിലേക്കും ചേർത്ത് വയ്ക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഈ തിരുനാൾ ഏറ്റവും സന്തോഷത്തോടും
അർത്ഥവത്തായും കൊണ്ടാടുവാൻ എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും നീ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവം, രാജാധിരാജനായ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴണം. സർവശക്തനും കാരുണ്യവാനുമായ യേശുവേ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമായ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ആരാധനയോടുകൂടി ഈ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം. പരിശുദ്ധമായ പരമമായ ഈ രഹസ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് വണങ്ങിക്കൊണ്ട് ഗാനം ആലപിച്ച് മഹത്വപ്പെടുത്താം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയേ, അങ്ങാണ് ഞങ്ങളുടെ രാജാവ്, അങ്ങാണ് ഞങ്ങളുടെ നായകൻ, ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന, ഞങ്ങളെ നിത്യം സംരക്ഷിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ.
ഓരോ നിമിഷവും അങ്ങയുടെ സ്നേഹവും കരുതലും ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഈ ആരാധനയുടെ പുണ്യനിമിഷത്തിൽ ക്രിസ്തുരാജന്റെ തിരുനാളിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അങ്ങാകുന്നു ഞങ്ങളുടെ രാജാവെന്ന് ഏറ്റുപറയുവാൻ, അങ്ങാകുന്ന രാജ്യത്തിൻ്റെ അംഗങ്ങളായി മാറുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. മലമുകളിലേക്ക് എപ്പോഴും യാത്ര ചെയ്ത രാജാവേ, പ്രാർത്ഥിക്കുവാനായി ജീവിതത്തിൽ എന്നും സമയം കണ്ടെത്തിയ രാജാവേ, ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിതാവുമായി എപ്പോഴും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലായിരുന്ന രാജാവേ, തൻ്റെ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കുവാൻ, തൻ്റെ ശിഷ്യരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങൾ മുഴുവനും പ്രാർത്ഥനയിലായിരുന്ന രാജാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, എൻ്റെ ആത്മാവിൻ്റെ രാജാവ് നീയാണെന്ന് ഏറ്റുപറയുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ ജീവിതത്തിൻ്റെ സംരക്ഷകൻ നീയാണെന്ന് പറയുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്ത് ഈ ലോകം കണ്ട രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തത ഉളവാക്കുന്ന വിനയത്തിൻ്റെ മാതൃകയായി മാറിയ രാജാവേ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അഹങ്കാരത്തോടു കൂടിയായിരുന്ന നിമിഷങ്ങൾ, പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ നിമിഷങ്ങൾ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങൾ, എൻ്റെ ആത്മാവിൻ്റെ ഭരണം ലൗകികമായ രാജാക്കന്മാരിലേക്ക് ഞാൻ വിട്ടുകൊടുത്ത നിമിഷങ്ങൾ, അങ്ങയെ വേദനിപ്പിച്ച് അങ്ങിൽ നിന്ന് ഓടിപ്പോയ നിമിഷങ്ങൾ, കർത്താവേ, ഈ തിരുനാളിന് വേണ്ടി ഒരുക്കത്തോടുകൂടി ആയിരിക്കുമ്പോൾ ഒരു തിരിച്ചുവരവിന് വേണ്ടി നീ എന്നോട് അപേക്ഷിക്കുകയാണല്ലോ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളുടെ മേൽ നീ കരുണയായിരിക്കണമേ. ജീവിതത്തിൽ വന്നു വീണിട്ടുള്ള കറകൾ, പാപത്തിൻ്റെ കറകൾ നീ തിരുരക്തത്താൽ തുടച്ച് മാറ്റണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, രാജാതിരാജനെ, കാരുണ്യത്തോടെ നീ ഞങ്ങളെ കടാക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ. ചെയ്തുപോയ എല്ലാ പാപങ്ങളെയും നമുക്ക് മനസ്സിൽ കൊണ്ടുവന്ന് അവയെല്ലാം ഈ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് കരുണ തോന്നണമേ, എന്നിൽ കരുണ ചൊരിയണമേ എന്ന് ഗാനമാലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സ്നേഹമുള്ള ഈശോയെ, എത്രമാത്രം ഞങ്ങൾ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. അഹങ്കാരത്തോടുകൂടി വ്യാപരിച്ച നിമിഷങ്ങൾ, പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്താതെ വന്നുപോയ നിമിഷങ്ങൾ, എന്നെ ഭരിക്കുവാൻ
പണത്തിനോ പദവിക്കോ പേരിനോ ഞാൻ വിട്ടുകൊടുത്തു പോയ നിമിഷങ്ങൾ, അവയെല്ലാം സ്വർഗത്തിനെതിരായി ചെയ്തു പോയ പാപങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. രാജാധിരാജന്റെ രാജ്യത്തിലെ അവകാശികളും അംഗങ്ങളുമാകുവാൻ വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു. ഈശോയെ, ഒരു തിരിച്ചു വരവന്, അനുതാപത്തോടുകൂടിയുള്ള ഒരു തിരിച്ചു വരവന് നീ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ പാപങ്ങളുടെ മേൽ നീ കരുണയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ ലോകം കണ്ട വെച്ചതിൽ ഏറ്റവും വലിയ അത്ഭുതമായ ഈ അപ്പത്തിൽ നമ്മൾ സൂക്ഷ്മതയോടെ നോക്കുമ്പോൾ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ വിനയത്തിൻ്റെ മുഖമാണ് കാണുക. വലിയൊരു വാളും കയ്യിലേന്തി കുതിരപ്പുറത്ത് വരേണ്ടിയിരുന്ന രാജാവിന് പകരം കഴുതപ്പുറത്തിരുന്ന് എളിമയുടെ പ്രതീകമായി വന്ന രാജാവിൻ്റെ മുഖമാണ് ഈ അപ്പത്തിൽ നാം കാണുന്നത്. വേദനകൾ ഏറ്റുവാങ്ങിയ, ഒരുപക്ഷെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കപ്പെടുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ കാനായിലെ കല്യാണവേളയിൽ അമ്മയുടെ ആഹ്വാനമനുസരിച്ച് ആ കുടുംബത്തിൻ്റെ വേദനയൊപ്പിയ രാജാവിൻ്റെ മുഖമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന രാജാവ്, മനുഷ്യരുടെ പാപങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന രാജാവ്, മനുഷ്യന്റെ ആത്മാവിന് രക്ഷ ലഭിക്കണമെന്ന് സ്വപ്നം കാണുന്ന രാജാവ്, ഈ ഭൂമിയിൽ എല്ലാ ആടുകളും ഒരു വ്യക്തി പോലും നശിച്ചു പോകാതിരിക്കുവാൻ, സ്വർഗത്തിലെ ഒരിടം തേടുവാൻ എല്ലാ മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നല്ല ഇടയനായ ഒരു രാജാവ്. എങ്ങനെയാണ് നമുക്ക് ഈ നല്ല മുഖത്തിൽ നിന്ന് ഓടി അകലുവാൻ സാധിക്കുക? കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. നമുക്ക് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ആരാധനയുടെ ഗീതം ആലപിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ നാമം മഹത്വപ്പെടുത്താം. ആരാധനയുടെ ഈ ഗീതം ആലപിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ അലകൾ ഉയരട്ടെ. ഞാൻ ചെയ്തു പോയ പാപത്തിൻ്റെയും വീഴ്ചകളുടെയും ആഘാതം ഉയരട്ടെ. എന്നിൽ നിറയ്ക്കപ്പെടേണ്ടത് സ്നേഹത്തിൻ്റെ ഈ ദിവ്യകാരുണ്യമാണെന്നുള്ള ബോധ്യം ഉയരട്ടെ. നമുക്ക് ആലപിക്കാം. ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ.
ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ ആരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ എത്ര മഹത്വപ്പെടുത്തിയാലും എത്ര നേരം അങ്ങേ ആരാധിച്ചാലും അത് വരുന്നില്ല. അത്രമാത്രം നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നു, അത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, അത്രമാത്രം നീ കരുതലോടുകൂടി ഞങ്ങളെ നയിക്കുന്നു. അങ്ങയുടെ സ്നേഹം അവർണ്ണനീയമാണ്, അങ്ങയുടെ കരുതലോ അതിലേറെ. എത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഈശോയെ ആരാധന, 1000 ആരാധന. വീണ്ടും ആരാധനയുടെ ഗാനം വീണ്ടും ആലപിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ ആരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം അവിടുത്തെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആരാധന ആരാധന. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ നയിക്കുന്ന ഈശോയെ അങ്ങേക്ക് 1000 ആരാധന. എത്രമാത്രം നീ ഞങ്ങളെ പരിപാലിക്കുന്ന ഈശോയെ, എത്രമാത്രം കരുതലോടുകൂടി നീ ഞങ്ങളെ നയിക്കുന്നു ഈശോയെ. അങ്ങയുടെ സ്നേഹത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ പലപ്പോഴും ഞങ്ങളുടെ ബലഹീനതയിൽ അകപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോയെങ്കിലും കർത്താവേ ഓടിത്തേടി വന്ന് നീ ഞങ്ങളെ തിരയുന്നുവല്ലോ ഈശോയെ. കണ്ടു കിട്ടുവോളം നീ ഞങ്ങളെ പരിപാലിക്കുന്നുവല്ലോ ഈശോയെ. അങ്ങയുടെ സംരക്ഷണത്തിന്, അങ്ങയുടെ സ്നേഹത്തിന്, അങ്ങയുടെ കരുതലിന് ഈശോയെ, ദിവ്യകാരുണ്യനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വലിയ മഹത്വത്തിന് മുമ്പിൽ ഇതാ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറയുന്നു, ഈശോയെ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മഹാമഹിമയ്ക്കായി ഇതാ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പറയുന്നു, ഈശോയെ ആരാധന ആരാധന ആരാധന. വീണ്ടും ആരാധനയുടെ അഗാനം ആലപിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് പാടി സ്തുതിക്കാം. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 16 പറയുന്നത്, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, സമാധാനത്തിൻ്റെ രാജാവെന്നാണ് സൂചിപ്പിച്ചത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ അവൻ്റെ രാജ്യത്വം അനശ്വരമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു.
രാജാതിരാജന്റെ രാജ്യം അനശ്വരമാണ്. അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്. സ്നേഹത്തിൽ നമ്മളെ പരിപാലിക്കുന്നവനാണ്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ അവൻ രാജാതിരാജനാണ്, നാഥന്മാരുടെ നാഥൻ. ഈശോയെ, രാജാതിരാജനായ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഈ ആരാധനയുടെ നിമിഷങ്ങൾ ചെലവിടുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നീ തുറക്കണമേ. ഞങ്ങളുടെ ആകുലതകൾ നീ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് നീ ഇറങ്ങി വന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷമതകളിലേക്ക് നീ ഓടി ഇറങ്ങണമേ. ഞങ്ങളുടെ ഇടവകകളുടെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. തിന്മയുടെ ആസക്തികളിൽ കിടന്നുഴലുന്ന മക്കളെ നീ മോചിപ്പിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെ നീ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. മാനസികമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സ്വപ്നം കാണുന്ന കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മക്കളില്ലാതെ വേദനിക്കുന്ന അനേകായിരങ്ങൾ നിന്റെ മുമ്പിൽ ഇതാ പ്രാർത്ഥനയോടുകൂടെ അവരെ നീ അനുഗ്രഹിക്കണമേ. മാനസികമായ വിഷമങ്ങൾ കൊണ്ട് കണ്ണീരോടുകൂടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളെ നീ കാണണമേ. ജോലിയില്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അങ്ങ് കാണണമേ. ഈശോയെ, ഒരു രാജ്യത്തിലെ ദൈവജനത്തിന് വേണ്ടുന്നെല്ലാം അവിടുന്ന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്കുള്ളതും ഞങ്ങളുടെ ഉള്ളും പുറവും എല്ലാം അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ ഒരുങ്ങുകയാണ്. അങ്ങയുടെ ആശീർവാദത്തിന് ഒരുങ്ങുന്നതിന് മുൻപായി ഞങ്ങളുടെ മനസ്സിനലട്ടുന്ന വേദനകൾ എന്തോ അവയെല്ലാം ഞാൻ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാജാധിരാജനായ ഈശോയെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ശക്തി പകരണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ എല്ലാവരുടെയും പാപത്തിൻ്റെയും തിന്മയുടെയും ബന്ധനങ്ങളിൽ പെട്ടുഴലുന്ന എല്ലാവർക്കും വിടുതൽ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ ആശീർവാദത്തിനായി കേഴുമ്പോൾ അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥന വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ ഉയരുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഞങ്ങളുടെ കരച്ചിലുകളും വേദനകളുമാണ് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ വേദനകളാണ് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്. കനിവാർന്ന് കേട്ടരുളണമേ. അങ്ങയുടെ സൗഖ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സമാപനമായ ഈ ആശീർവാദത്തിന് നമ്മുടെ മനസ്സുകളെ നമുക്ക് ഒരുക്കാം. വിശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈശോ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളായിരിക്കുന്ന പ്രദേശത്തെ ഈശോ സൗഖ്യപ്പെടുത്തുന്ന നിമിഷമാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി അവിടുത്തെ ആശീർവാദത്തിനായി ഒരുങ്ങാം. ഗാനം ആലപിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഈശോയെ നന്ദി. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും
അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.